ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ട രാജ്യമാണ് റുമേനിയ. மிகவும் அதிகமாக கிறிஸ்தவர்கள் உபத்திரப்படுத்தப்பட்ட ராஜ்யம் ருமேனியா. ധാരാളം ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടു. ആയിരക്കണക്കാன ക്രിസ്തവர்கள் ഉപദ്രവപ്പെടുത്തപ്പെട്ടാர்கள். ക്രിസ്ത്യാനികൾ ജയിലിൽ അടയ്ക്കപ്പെട്ട കാലം, ക്രിസ്തവர்கள் சிறைச்சாலையில் അടയ്ക്കപ്പെട്ട കാലം, ക്രിസ്ത്യാനികളെ കൊണ്ട് ജയിൽ നിറച്ച കാലം, ക്രിസ്തവர்களை കൊണ്ട് சிறைச்சாலை നിറപ്പപ്പെട്ട കാലം. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ சொல்வதை கவனமாய் കേளுங்கள். അന്നത്തെ ക്രിസ്തീയ മാർഗത്തിന് ഏറ്റവും ശക്തമായി ലീഡർഷിപ്പ് കൊടുത്ത ഒരു ദൈവദാസനാണ് റിച്ചാർഡ് വൂംബ്രാൻഡ്. அந்த காலகட்டத்தில் கிறிஸ்தவ மக்களுக்கு வல்லமையான ஒரு தலைவராய் காணப்பட்ட ஊழியக்காரனுடைய பேர்தான் பாஸ்டர் ரிச்சார்ட் வூம்ப்ரான்ட். അദ്ദേഹത്തെ അവർ അറസ്റ്റ് ചെയ്തു. அவர்கள் கைது செய்தார்கள். അദ്ദേഹത്തിന്റെ വൈഫിനെ അവർ അറസ്റ്റ് ചെയ്തു. അവരുടെ മനവിയെ கைது செய்தார்கள். തന്റെ ബ്രദറിനെ അറസ്റ്റ് ചെയ്തു. അവരുടെ സഹോദരനെ கைது செய்தார்கள். തന്റെ കൂടെയുള്ള ചർച്ച് പാസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തു. തന്റെ കൂടെയുള്ള സഭ പോദകളെ கைது ചെയ്താர்கள். അവർക്ക് കിട്ടാവുന്ന മുഴുവൻ ക്രിസ്ത്യാനികളെയും അവർ അറസ്റ്റ് ചെയ്തു. അവർക്ക് கிடைக்க வேண்டிய എല്ലാ ക്രിസ്തവരെയും கைது ചെയ്താர்கள். എന്നിട്ട് നേരെ ജയിലിൽ അടച്ചു. അപ്പുറമായി சிறைச்சாலையில் അടയ്ത്താர்கள். ക്രിസ്ത്യാനികളെ കൊണ്ട് ജയിൽ നിറച്ച കാലം, ക്രിസ്തവരെ കൊണ്ട് சிறைச்சாலை നിറപ്പിനതാണ് കാലം. റിച്ചാർഡ് വൂംബ്രാൻഡിനെ അവർ ശക്തമായി ഉപദ്രവിച്ചു. റിച്ചാർഡ് വൂംബ്രാൻഡ് അവരെ വല്ലമയാക ഉപദ്രവപ്പെടുത്തിനാர்கள். തന്റെ സ്കിൻ അവർ ജീവനോടെ ഉരിയാൻ തുടങ്ങി. അവരുടെ തോலை ജീവനോടെ ഉരിത്തെടുത്താர்கள். വേദന കൊണ്ട് റിച്ചാർഡ് വൂംബ്രാൻഡ് അലറി കരയാൻ തുടങ്ങി. വലിയിനാൽ തുടിത്ത് അലറിയാൻ ആരംഭിച്ചു. അപ്പുറത്തെ സെല്ലിൽ തന്റെ വൈഫ് കിടപ്പുണ്ട്. அந்த റൂമിലെ அந்த സെല്ലിലെ അവരുടെ മനവി ഇരിക്കുകയാണ്. തന്റെ ഹസ്ബൻഡിന്റെ കരച്ചിൽ കേൾക്കുമ്പോ, അവരുടെ പുരുഷന്റെ അലകൻ സത്തം കേൾക്കുമ്പോൾ ഭാര്യയ്ക്ക് അറിയാം എന്റെ ഹസ്ബൻഡ് മരിച്ചിട്ടില്ല. മനവിക്ക് തെരിയുടെ പുരുഷൻ മരിക്കവില്ല. റിച്ചാർഡ് വൂംബ്രാൻഡിന്റെ വൈഫിനെ അവർ ഉപദ്രവിച്ചു. റിച്ചാർഡ് വൂംബ്രാൻഡിന്റെ മനവിയെ ഉപദ്രവപ്പെടുത്തിനാர்கள். തന്റെ പുസ്തകത്തിൽ എഴുതി, അവരത് പുസ്തകത്തിൽ എഴുതിനാർ, എന്റെ ഭാര്യയെ എങ്ങനെ ഉപദ്രവിച്ചു എന്ന് എഴുതുവാൻ വേണ്ടി എന്റെ കരം പൊങ്ങുന്നില്ല. என்னுடைய மனைவியை எப்படி உபத்திரவப்படுத்தினார்கள் என்று சொல்லி எழுத என்னுடைய கரம் உயரவில்லை. അതുപോലെ എന്റെ വൈഫിനെ അവർ ഉപദ്രവിച്ചു. അവനമാരുടെ മനവി അവർ ഉപദ്രവപ്പെടുത്തിനാர்கள். ഭാര്യ വാവിട്ട് കരയുമ്പോ, മനവി വായ് തുറന്ന് അലറുമ്പോൾ ഭർത്താവിന് അറിയാം, പുരുഷനുക്ക് தெரியும் എന്റെ ഭാര്യ മരിച്ചിട്ടില്ല. என்னுடைய மனைவி മരിക്കவில்லை. ക്രിസ്ത്യാനിത്വം ഇതുപോലെ പീഡിപ്പിക്കപ്പെട്ടതാ. ക്രിസ്തവர்கள் ഇപ്പണമായി ഉപദ്രവപ്പെടുത്തപ്പെട്ടത്. ഹല്ലേലൂയ. ക്രിസ്ത്യാനിത്വം പണത്തിലല്ല വളർന്നു വന്നേ. ക്രിസ്തവം പണത്തിൻ മൂലമായി വളരവില്ല. രക്തം കൊടുത്തു വളർന്നു വന്ന മാർഗമാണിത്. വളരപ്പെട്ടതാണ് ഒരു മാർഗം. ആദ്യം രക്തം കൊടുത്തത് ഞങ്ങളുടെ ലീഡർ തന്നെയാ. മുതലാമത് രക്തത്തെ സ്വരിന്തത് ഞങ്ങളുടെ തലവർ യേശു. യേശു അവർ നാമം യേശു. അവരുടെ നാമം യേശു. അവർ നാമം യേശു. എല്ലാവരും വായി തുറന്ന് പറ ജീസസ്. വായി തുറന്ന് சொல்லுங்க യേശുവേ. അവർ നാമം യേശു. യേശു യേശു. അവർ നാമം യേശു. യേശു യേശു. വേറെ നാമം ഇല്ലയേ, വേറെ നാമം ഇല്ലയേ. അവനെ ഉയർത്തി ഉയർത്തി കൊതി തീരാത്തൊരു സുവിശേഷകനാ ഞാൻ. അവരെ പറ്റി ചൊല്ലി ഉയർത്തി ഉയർത്തി ചൊല്ലി എന്റെ ആശയെ തീരാതെ ഒരു ഊഴിയക്കാരൻ. ഹല്ലേലൂയ. കൊതി തീരുന്നില്ല അവനെ ഉയർത്തി ഉയർത്തി. അവരെ പറ്റി എവള് சொன்னாலும் எனக்கு ആശയെ തീരില്ല. 30 വർഷമായി അവനെ ഉയർത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. 30 ആണ്ടുകളാக അവരെயே ഉയർത്തുகிறேன். അവൻ ഉയരട്ടെ. അവർ ഉയരട്ടെ. കര ഉയർത്തി പറ, അവൻ വളരട്ടെ. അവർ ഉയരട്ടെ. അവൻ പെരുകട്ടെ. അവർ പെരുകട്ടെ. ഞാൻ കുറയാ. ഞാൻ ചെറുകുகிறேன். ഹല്ലേലൂയ. ഹല്ലേലൂയ. റിച്ചാർഡ് വൂംബ്രാൻഡിന്റെ കൂടെയുള്ള ദൈവദാസന്മാരെ മുഴുവൻ അവർ ഉപദ്രവിച്ചു. റിച്ചാർഡ് വൂംബ്രാൻഡോട് കൂടെ ഉള്ള എല്ലാ ഊഴിയക്കാരെ അവർ ഉപദ്രവപ്പെടുത്തിനാர்கள். ഒത്തിരി ഉപദ്രവം അവർ സഹിച്ചു. അധികമായി ഉപദ്രവപ്പെടുത്തപ്പെട്ടാர்கள். ക്രിസ്ത്യാനികൾ മുഴുവൻ തകരാൻ തുടങ്ങി. ക്രിസ്തവர்கள் മുഴുവനായി അളിക്കപ്പെട്ടാர்கள். തന്റെ കൂടെ ഒരു സഭാ ശുശ്രൂഷകനുണ്ട്. തന്നോട് കൂടെ ഒരു ഊഴിയക്കാരൻ இருந்தார். അദ്ദേഹത്തിന്റെ ചർച്ചിലെ വിശ്വാസികളെ മുഴുവൻ അവർക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അവരുടെ സഭയിലുള്ള വിശ്വാസികളെ അത്രയും പേരും അവർക്ക് கைது செய்ய முடியவில்லை. അതുകൊണ്ട് പട്ടാളക്കാർ അവരോട് ചോദിച്ചു. ആകவே സേന വീരர்கள் കേട്ടാர்கள், നിന്റെ ചർച്ചിലെ വിശ്വാസി എവിടാ? ഉன்னுடைய സഭയിലുള്ള വിശ്വാസികൾ എവിടാ ഒളിച്ചിരിക്കുന്നത്? എங்கே ഒളിക്കപ്പെട്ടിരിக்கிறார்கள்? നിങ്ങൾ പറയണം. നിങ്ങൾ എന്നടുത്ത് சொல்ல வேண்டும். അവരെ അറസ്റ്റ് ചെയ്യണം. അവരെ கைது செய்ய வேண்டும். പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ சொல்லவில்லை എന്ന് சொன்னா ഞങ്ങൾ കൊല്ലും. ഉന്നെ ഞങ്ങൾ കൊല ചെയ്യും. അദ്ദേഹം പറഞ്ഞു, അവർ சொன்னா ഞാൻ പറയത്തില്ല. சொல்ல மாட்டேன். എന്താ കാര്യം? ഞാൻ അവരെ കാണിച്ചു കൊടുത്താ, അവരെ കാട്ടി കൊടുത്താൽ യേശുവിനെ കാട്ടി കൊടുക്കുന്നത് പോലെയാ. യേശുവെ കാട്ടി കൊടുത്തത് സമം.
കമോൺ ശബ്ദം ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? சத்தமாக ஒரு அல்லேலூயா சொல்லலாம். ഇത്രയും ശബ്ദമല്ല ഉള്ളത്. കമോൺ ലൗഡ് വോയിസ് ഹല്ലേലൂയ. ഹല്ലേലൂയ. അവസാനം അവർ അദ്ദേഹത്തെ ഉപദ്രവിച്ചു. அவர்கள் அவரை உபத்திரப்படுத்தினார்கள். പറഞ്ഞു എവിടെ നിന്റെ വിശ്വാസി? எங்க உன்னோட விசுவாசி? പറഞ്ഞു എനിക്കറിയില്ല, எனக்கு தெரியாது, ഞാൻ പറയില്ല, நான் சொல்ல மாட்டேன். ഞാൻ അവരെ എവിടാന്ന് പറഞ്ഞാ நான் எங்கன்னு சொன்னால் എന്റെ യേശുവിനെ കാണിച്ചു കൊടുക്കുന്നതിന് തുല്യമാണ്. இயேசுவை காட்டி கொடுத்ததுக்கு சமம். അവസാനം അവർ എന്ത് ചെയ്തെന്നറിയാമോ? என்ன சொன்னார் தெரியுமா? ഐസ് നിറച്ചിരിക്കുന്ന ഒരു മുറിക്കകത്തേക്ക് ஐஸ் நிரப்பப்பட்ட ஒரு அறையிலே അദ്ദേഹത്തെ കൊണ്ടുപോയി அவரை கொண்டு போனார். തല കീഴായി കെട്ടി തൂക്കി, அவர் தலைகீழாக கட்டி தூக்கினார். വാതിൽ വലിച്ചടച്ചു, வாசல் அடைத்தார்கள். 2-3 ഹോൾ ഇട്ട് ഡോക്ടേഴ്സ് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. 2-3 ஓட்டைகள் போட்டு மருத்துவர்கள் பார்த்து கொண்டே இருக்கிறார்கள். അവസാനം തണുത്ത് അദ്ദേഹം ഫ്രീസായി. அவர்களுடைய ശരീരത്തിലെ കുളിർ പട്ടുപെട്ട് അവർ ഫ്രീസാக കട്ടിപിടിத்தார். ഐസ് പോലെയായി, ஐஸ் போல ஆனார். ചലനമില്ലാതെയായി. அவர் அசைவில்லை. ഡോക്ടർമാർ പറഞ്ഞു ഡോർ തുറക്ക്. மருத்துவர்கள் சொன்னார்கள் அந்த வாசலை திறவுங்கள். അവനെ പുറത്തു കൊണ്ടുവന്നു, அவனை வெளியே கொண்டு வாருங்கள். വെയിലത്ത് ഉണങ്ങാനിട്ടു. அவரை வெயிலே காய்வதற்காக போட்டார்கள். വസ്ത്രം ഉണങ്ങാനിടുന്നത് പോലെ, ശരീരത്തിൽ വസ്ത്രത്തെ காய போடுவது போல ഉണങ്ങാൻ വേണ്ടിയിട്ടു. அவரை காய போடுவதற்கு போட்டார்கள். എനി പ്രോബ്ലം? Praise the Lord, praise the Lord. Come on, speaking tongues. അന്യഭാഷകൾ സംസാരിച്ചു കൊണ്ടിരുന്നാൽ ഈ ഒരു സെഷൻ പിശാചിന് ഇഷ്ടമല്ല. കാരണം ഞാൻ പ്രീച്ച് ചെയ്യുന്നത് ക്രിസ്തവർകളെ കുറിച്ചാണ്. വായു തുറന്ന് അല്പസമയം അന്യഭാഷകളിൽ ഉയരാന 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 യേശു, ഉയരാന 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 യേശു, ഉയരാന യേശു, ഉയിരോട് കലർന്ന് ഉയിരേ ഉമ്മൈ തുതിപ്പേ, நான் உயிரே நான் உம்மை துதிப்பேன், என் உயிரே நான் உம்மை துதிப்பேன், என் உயிரான 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 இயேசு, என் உயிரான 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 இயேசு, என் உயிரான இயேசு, என் உயிரோடு கலந்த என் உயிரே நான் உம்மை துதிப்பேன், என் உயிரே நான் உம்மை துதிப்பேன், என் உயிரே நான் உம்மை துதிப்பேன். ഹല്ലേലൂയ. ആ ദൈവഭക്തനെ അവർ വെയിലത്ത് ഉണങ്ങാനിട്ടു. വെയിലടിക്കുമ്പോ വിരലുകളൊക്കെ ചലിക്കാൻ തുടങ്ങും, കണ്ണ് തുറക്കാൻ തുടങ്ങും. ഉടനെ അവർ ചോദിക്കും, പറ നിന്റെ വിശ്വാസി എവിടെയാ? ഞങ്ങൾക്ക് അവരെ അറസ്റ്റ് ചെയ്യണം, ഞങ്ങൾക്ക് അവരെ അറസ്റ്റ് ചെയ്യണം. അവിടെ കടന്നുകൊണ്ട് അവൻ പറയോ, ഞാൻ പറയില്ല, ഞാൻ അങ്ങനെ കാട്ടിക്കൊടുത്താ യൂദാസിനെ പോലെ ആകും. ഞാൻ യേശുവിനെ കാട്ടിക്കൊടുക്കുന്ന പോലെ ഞാൻ ഒരു പോതും യേശുവെ കാട്ടിക്കൊടുക്കുമാണ്. വീണ്ടും അവർ ഐസ് നിറച്ച മുറിയിൽ കൊണ്ടുപോകും, തല കീഴായി കെട്ടി തൂക്കും. കാരണം അവിടെ കിടന്ന് വിറയ്ക്കാൻ തുടങ്ങും. ക്രിസ്തവர்கள் അതുപോലെ അനുഭവിച്ചവരാണ്. അവസാനം ഫ്രീസ് ആകും, പിന്നെ ചലിക്കുകയില്ല, പിന്നെ പുറത്തെടുക്കും, വെയിലത്തിടും, പിന്നെയും വെയിലടിക്കും. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. താൻ പറഞ്ഞില്ല, താൻ പറഞ്ഞില്ല. അവസാനം അദ്ദേഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് തനിക്കൊരു മകനുണ്ട്, അവന് 14 വയസ്സ് പ്രായം. അവന്റെ പേര് അലക്സാണ്ടർ. മുമ്പിൽ കൊണ്ട് നിർത്തി പറഞ്ഞു, നിന്റെ
മകനെ ഞങ്ങൾ തല്ലിക്കൊല്ലും. உன்னுடைய மகனை நாங்கள் அடித்து கொல்லுவோம். എവിടെ നിന്റെ വിശ്വാസി ഒളിച്ചിരിക്കുന്നേ? எங்கே உன்னுடைய விசுவாச பிள்ளைகள் ஒளித்திருக்கிறார்கள்? പറയുക. சொல்லு. താൻ പറഞ്ഞു, அவர் சொன்னார், എന്റെ മകനെ കൊന്നാലും என்னுடைய மகனை கொண்டாலும் ഞാൻ പറയില്ല, நான் சொல்ல மாட்டேன், എന്റെ യേശുവിനെ കാട്ടി என் കൊടുക്കുകയില്ല. இயேசுவை காட்டி கொடுக்க மாட்டேன். പട്ടാളക്കാർ ആ കുഞ്ഞിനെ അടിക്കാൻ തുടങ്ങി. கடைசியாக அந்த ராணுவ வீரர்கள் அந்த பிள்ளை அடிக்க ஆரம்பித்தார்கள். അടികൊണ്ട് അവൻ കാലറി കരയാൻ തുടങ്ങി. அடிபட்டு அலறி துடித்தான். തന്റെ തല പൊട്ടി, தன்னுடைய தலை முறிவேற்றது, ദേഹം പൊട്ടി, ശരീരമെല്ലാം കായം. രക്തത്തിൽ കുളിച്ചു താൻ அவன் കിടക്കുകയാണ്. രക്തത്തിൽ കുളിപ്പാട്ടപ്പെട്ടവനായി இருக்கிறான். കണ്ടുകൊണ്ട് അപ്പൻ അലറി കരയുകയാണ്. அதை பார்த்ததான தகப்பன் அலறி துடிக்கிறார். രക്തത്തിൽ കുളിച്ച് കരയുന്ന മകൻ രക്തത്തിൽ துடித்துக் கொண்டிருக்கிற மகன் ഉടനെ അപ്പനോട് പറഞ്ഞു, தகப்பனை பார்த்து சொன்னார், എന്റെ മകനെ ഞങ്ങൾ കൊല്ലും. உன்னுடைய மகனை நாங்கள் கொலை செய்வோம். പറയാൻ പറഞ്ഞു. சொல்லு. താൻ പറഞ്ഞു, ഇല്ല, அவர் சொன்னார், சொல்ல மாட்டேன், എന്റെ യേശുവിനെ കാട്ടി കൊടുക്കുകയില്ല. என் இயேசுவை காட்டி கொடுக்க மாட்டேன். അലറി കരഞ്ഞോണ്ടാ താൻ പറയുന്നത്. அவன் அலறிக்கொண்டு சொல்லுகிறான். അവസാനം ഒരു പട്ടാളക്കാരൻ ഒന്നുകൂടി അടിച്ചു. மறுபடியும் ஒரு சேனை வீரர் ஒரு விமர்சை கூட அடித்தார். അടികൊണ്ട് മകൻ പൊളയാൻ തുടങ്ങി. அந்த அடிபட்டு அவன் துடிக்க ஆரம்பித்தான். അപ്പൻ പറഞ്ഞു, தகப்பன் சொன்னார், ഇനി അടിക്കരുത്, இனி அடிக்க வேண்டாம், ഞാൻ പറയാം, நான் சொல்லலாம், ഞാൻ പറയാം, நான் சொல்லலாம், എന്റെ മകനെ കൊല്ലരുത്, என் மகனை கொலை செய்யக்கூடாது, മകനെ കൊല്ലരുത്, என் மகனை கொலை എന്റെ செய்யக்கூடாது, മകനെ കൊല്ലരുത്, என் மகனை கொலை செய்யக்கூடாது, ഞാൻ പറയാം. நான் சொல்லலாம். അവരാ വടി താഴെ ഇട്ടു. அந்த கம்பை அவருடைய பிரம்பை கீழே போட்டார்கள். പറ, എവിടാന്ന് പറ. சொல்லு, எங்க என்று சொல்லு. താൻ പറഞ്ഞു, ഞാൻ പറയാ. அவர் சொல்லுகிறார், நான் சொல்லலாம். താൻ പറയാൻ തുടങ്ങുമ്പോ அவர் சொல்ல ஆரம்பிக்கும்போது ഈ മകൻ இந்த മകൻ കൈ കുത്തി ഒന്ന് പൊങ്ങി, அவன் அவர் கையை குத்தி ஒன்று உயர்ந்தார். രക്തത്തിൽ കുളിച്ചിരിക്കുക. രക്തത്തിൽ மூழ்கி இருக்கிற மகன் രക്തം തുപ്പിക്കൊണ്ട് அவர் ரத்தத்தை துப்பிக்கொண்டு അപ്പനെ വിളിച്ചു, தகப்பனை பார்த்து, ഡാഡി, அப்பா, പറയരുത്, சொல்லக்கூடாது. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡാഡി, அப்பா, പറയരുത്, சொல்லக்கூடாது. തള്ളി പറഞ്ഞ ഒരപ്പന്റെ മകനായി ഞാൻ മരിക്കുകയില്ല. ஓ, மாறி சொல்லுகிற ஒரு தகப்பனுடைய பிள்ளையாக நான் மரிக்க மாட்டேன். ഡാഡി പറയാതിരുന്നാൽ, அப்பா சொல்லாமல் இருந்தால் ഞാൻ ചിരിച്ചോണ്ട് മരിക്കാൻ ഡാഡി, நான் சந்தோஷத்தோடு மரிக்கலாம் அப்பா, ഞാൻ ചിരിച്ചോണ്ട് മരിക്കാം நான் ഡാഡി, சந்தோஷத்தோடு சிரித்துக்கொண்டு மரிக்கலாம் அப்பா. ഹല്ലേലൂയ. ஹல்லேலூயா. അതാ ഒറിജിനൽ ക്രിസ്ത്യാനി. இதுதான் உண்மையான கிறிஸ்தவன். ഞാൻ ചിരിച്ചോണ്ട് മരിക്കാൻ ഡാഡി, நான் நகைத்துக்கொண்டு மரிக்கலாம். അല്പം കഴിയുമ്പോ சற்று நேரம் தாண்டும்போது, ഡാഡി അവർ കൊല്ലും, ஓ அப்பா உங்களை கொல்லுவார்கள், നമുക്ക് ഒരുമിച്ച് അവിടെ കാണാം. நமக்கு ഒരുമിച്ച് தங்க பார்க்கலாம். ഈ കൺവെൻഷനിൽ അങ്ങനെ ഒരു 14കാരനെ യേശു സെലക്ട് ചെയ്യുകയാണ്. இந்த கன்வென்ஷனில் அப்படிப்பட்ட 14 வயதுள்ள ஒரு பிள்ளையை கர்த்தர் தெரிந்தெடுக்கிறார். അങ്ങനെ ഒരു യൗവനക്കാരിയെ യേശു കാണുകയാണ്. அப்படிப்பட்ட ஒரு வாலிபக்காரியை ஆண்டவர் தெரிந்தெடுக்கிறார். അങ്ങനെ ഒരാൾ ഇവിടെ വേണം, அப்படி ஒரு நபர் வேண்டும், അങ്ങനെ ഒരാൾ ഇവിടെ വേണം. அப்படி ஒரு நபர் வேண்டும். ക്രിസ്തുവിന് വേണ്ടി നിൽക്കാൻ കരുത്തുള്ള ഒരു യൗവനക്കാരൻ. இயேசுவுக்காக வைராக்கியம் நிற்கக்கூடிய ஒரு வாலிபன். Are you ready now? நீங்கள் இப்ப ஆயத்தமா? Are you ready now? நீங்கள் அதற்கு ஆயத்தமா? Are you ready? நீங்கள் ஆயத்தமா? അങ്ങനെ ഒരാളെ തപ്പി യേശു ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ട്. அப்படி ஒரு நபரை தேடி இயேசு இதற்குள்ளே வந்திருக்கிறார். ഡാഡി, அப்பா, പറയരുത്, சொல்ல வேண்டாம், ഞാൻ ചിരിച്ചോണ്ട് മരിക്കാം. நான் சிரித்துக்கொண்டு மரிக்கிறேன். എന്നോട് ചേർന്ന കരം ഒന്ന് ഉയർത്തി പിടിക്കാമോ? என்னோடு சேர்ந்த கரங்களை உயர்த்தலாமே. അങ്ങനെ യേശുവിന് വേണ്ടി നിന്ന ക്രിസ്തവർകളുണ്ട്. அப்படி இயேசுவுக்காக நின்ற கிறிஸ்தவர்கள் உண்டு. ഡാഡി, அப்பா, ഞാൻ ചിരിച്ചോണ്ട് മരിക്കാം. நான் சிரித்துக்கொண்டு ഞാൻ மரிக்கிறேன். ചിരിച്ചോണ്ട് മരിക്കാം. நான் சிரித்துக்கொண்டு மரிக்கிறேன். എങ്ങനെ ഒരു കുഞ്ഞിന് അങ്ങനെ പറയാൻ തോന്നും? எப்படி அந்த பிள்ளைக்கு சொல்ல முடியும்? ആക്ച്വലി നമുക്കൊന്ന് കൈ ഉയർത്താൻ തന്നെ പാടാ. ஆனா நமக்கு ஒரு அல்லேல சொல்ல கையை உயர்த்த சொல்ல கஷ்டம். ഇത് തല പൊട്ടി കീറുമ്പോ, இந்த தலை உடைக்கப்பட்ட போது മരിക്കാൻ പോകയാ. ஓ சாவதற்காய் போகிறார். കുഞ്ഞു പറയുകയാ, அந்த பிள்ளை சொல்லுகிறார், ചിരിക്കാം ഡാഡി, நான் சிரிக்கிறேன், ഞാൻ ചിരിച്ചോണ്ട് മരിക്കാം நான் ഡാഡി. சிரித்துக்கொண்டு மரிக்கிறேன். ഹോളി அப்பா, സ്പിരിറ്റ് ഇന്ന് രാത്രി ചലഞ്ച് ചെയ്യുകയാ. இன்னைக்கு உனக்கு ஒரு சவால் விடுகிறோம். നിന്റെ അഡ്ജസ്റ്റ് ചെയ്തുള്ള ക്രിസ്ത്യാനിറ്റി നിർത്തണം. ஓ அட்ஜஸ்ட்மென்ட் செய்திருந்தால் கிறிஸ்தவ வாழ்க்கை முடியட்டும். ക്രിസ്ത്യാനിറ്റിയിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. கிறிஸ்தவத்தில் அட்ஜஸ்ட்மென்ட் இல்லை. പാപവുമായി കോംപ്രമൈസ് ഇല്ല. பாவமாக உனக்கு ஒரு அட்ஜஸ்ட்மென்ட் இல்லை. ഇന്ന് രാത്രി യേശു പറയുന്നു, இயேசு சொல்லுகிறார், തയ്യാറാണോ? தயாரா? Are you ready? ஆயத்தமா இருக்கிறீர்களா? യേശു നിന്നെ വിളിക്കുകയാ. இயேசு நடக்கிறார். ഇന്ത്യയിൽ இந்தியாவிலே മിഷനറിയായി പോകണം. நீ ஒரு மிஷனரியாக போக வேண்டும். കൺവെൻഷന്റെ രണ്ടാം രാത്രി இந்த கன்வென்ஷன் இரண்டாம் இரவிலே അസാധാരണമായ ഒരു മൂവ് ഞാൻ അറിയുകയാണ്. அசாதாரணமான ஒரு மூவிங் பார்க்கிறேன். എത്ര പേർ വിശ്വസിക്കുക? எத்தனை பேர் விசுவாசிப்பீர்கள்? അങ്ങനെ ഒരാളുണ്ടെങ്കിൽ அப்படி ஒரு நபர் അത് இருந்தால் നിന്റെ ഫാമിലിയിൽ നിന്നായിരിക്കണം. அது உன்னுடைய குடும்பத்தில் நிலப்பட்டும்.
അത് നിന്റെ ഫാമിലിയിൽ നിന്നായിരിക്കണം. அது உங்க குடும்பத்தில் எழும்பட்டும். അത് നിന്റെ ഫാമിലിയിൽ அது നിന്നായിരിക്കണം. உங்க குடும்பத்தில் எழும்பட்டும். കൊടുക്കാമോ നിന്റെ ഫാമിലിയിൽ നിന്ന് ഒരാളെ? உன் കുടുംബത്തിൽ ഒരു നബരെ കൊടുക്ക முடியுமா? എത്ര മാതാപിതാക്കന്മാർ പറയാ? എത്ര അപ്പാ അമ്മ சொல்லுவீர்கள்? എത്ര യൗവനക്കാർ പറയാ? എത്ര വാലിബ പിള്ളേകൾ சொல்லுவீர்கள்? ഒരാളെ ഞാൻ യേശുവിന് തരികയാ. ഒരു നബരെ യേശുവിനായി കൊടുக்கிறேன். ഒരാളെ ഞാൻ യേശുവിന് ഒരു തരികയാ. നബരെ യേശുവിനായി കൊടുக்கிறேன். അങ്ങനെ പറയാൻ പറ്റുന്നവരുടെ കരം ഉയർന്നിരിക്കട്ടെ. அப்படி சொல்லக்கூடியதான பிள்ளைகளுடைய கரங்கள் உயர்த்தப்படட்டும். ഒരാളെ ഞാൻ യേശുവിന് തരികയാ. ഒരു നബരെ യേശുവിനായി കൊടുக்கிறேன். എന്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു അലക്സാണ്ടർ എഴുന്നേൽക്കട്ടെ. എൻ വീട്ടിൽ നിന്ന് அப்படிப்பட்ட ഒരു അലക്സാണ്ടർ எழும்பட்டும். എന്താ സംഭവിച്ചെന്നറിയാമോ? என்ன நடந்தது தெரியுமா? ആ കുഞ്ഞിനെ അവർ തല്ലിക്കൊന്നു. அந்த பிள்ளையை அவர்கள் கொலை செய்தார்கள். അവൻ ചിരിച്ചുകൊണ്ട് മരിച്ചു. അവൻ சிரித்துக்கொண்டே மரித்தார். തൊട്ടുപുറകെ பின்னாடி അപ്പനെ അവർ കൊന്നു. தகப்பனை கொலை செய்தார்கள். മകൻ ചിരിച്ചു മരിച്ചാൽ அந்த மகன் சிரித்துக்கொண்டே மரித்தார். അപ്പൻ എങ്ങനെ മരിക്കണം? அப்பா எப்படி மரிக்க வேண்டும்? നിങ്ങൾ പറ. நீங்கள் சொல்லுங்கள். ഇന്ന് രാത്രി ഞാൻ പറയും. இந்த ராத்திரி நான் சொல்லுகிறேன். ക്രിസ്ത്യാനിറ്റി கிறிஸ்தவர்களே ഒത്തിരി പെർസിക്യൂട്ടഡ് ആയതാ. மிகவும் உபத்திரவத்துக்கு கொடுப்பவர். ഒത്തിരി പെർസിക്യൂട്ടഡ് ആയതാ. அதிகமாய் உபத்திரவப்பட்டவர்கள். അധികമായി ഉപദ്രവപ്പെട്ടവരാണ്. அதிகமாய் உபத்திரவப்பட்டவர்கள். പണം കൊണ്ട് നേടിയെടുത്തതല്ല. ഇത് പണത്തിനാൽ സമ്പാദിച്ചതല്ല. അതുകൊണ്ട് തന്നെ പണം ഉള്ളവർ നോക്കിയാൽ ഇത് തകർക്കാൻ ഒക്കത്തില്ല. ஆகவே தான் பணம் உள்ளவர்களை பார்த்து இதை அழிக்க நினைத்தாலும் அழிக்க முடியவில்லை.